കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഒരു വീട് വയ്ക്കുമ്പോൾ വീട്ടിന് പ്രധാനമായിട്ടും, ഇപ്പോൾ വലിയ വീടോ ചെറിയ വീടോ ആയിക്കോട്ടെ, വീട്ടിന് പ്രധാനമായിട്ടും 8 ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവും ഉണ്ട്. ഓരോ ദിക്കുകൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പോൾ ഓരോ ദിക്കുകളും നമ്മൾ അത്രത്തോളം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ സൗഭാഗ്യങ്ങളെ നമുക്ക് പരമാവധി വർദ്ധിപ്പിക്കുവാനും ദോഷങ്ങളെ പരമാവധി ഒഴിവാക്കുവാനും വാസ്തുവിലൂടെ അല്ലെങ്കിൽ ഫെങ്ഷുയിലൂടെ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ വാസ്തു ഫെങ്ഷു ഇത് രണ്ടും രണ്ട് ശാസ്ത്രമാണ്. വാസ്തു എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ ശാസ്ത്രവും ഫെങ്ഷു എന്ന് പറയുന്നത് ചൈനയുടെ ശാസ്ത്രവുമാണ്. ഇത് രണ്ടും ഒരുപാട് കാര്യങ്ങൾ ഒന്ന് തന്നെയാണ് പറയുന്നത്. ഏകദേശം ഒരു 60-65% കാര്യങ്ങൾ ഇത് രണ്ടിലും ഒന്ന് തന്നെയാണ് പറയുന്നത്. ചില കാര്യങ്ങളിൽ ചെറിയ ചില വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വീട് പണിയുമ്പോൾ വാസ്തുപരമായിട്ട് നോക്കി പണിയാം. അപ്പോൾ അങ്ങനെ നോക്കി പണിയാം. അത് തന്നെ ഫെങ്ഷു പ്രകാരവും ചെയ്യാം. ഫെങ്ഷു പ്രകാരം ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പം ഉദാഹരണത്തിന് ഒരു വീട് നമ്മൾ പോയൊരു ഫെങ്ഷു ചെയ്തു, ഒരു വളരെ പ്രശ്നമുള്ളൊരു വീടാണ്. ആ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ അത് വാസ്തുപരമായിട്ടൊന്നും അവർ നോക്കി വെച്ച വീടല്ല. അവർ താമസിച്ചപ്പോൾ അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആ വീട്ടിലുണ്ടായി. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് അവിടെ ഫെങ്ഷു ചെയ്തപ്പോഴത്തേക്കാണ് അവർക്ക് മാറ്റങ്ങളായി. അവർ 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കൊരു പുതിയ വീട് വെക്കണമെന്നുള്ളൊരു ഐഡിയ വന്ന് ഒരു പുതിയ വീട് വെക്കാനായിട്ട് അവർ തുടങ്ങി. അപ്പോൾ അവർക്ക് ഫെങ്ഷു ചെയ്തപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ അവർക്ക് വളരെ കൃത്യമായിട്ട് അവരുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ അവർക്കറിയാം. അപ്പോൾ അവർ ഫെങ്ഷു പ്രകാരം നമുക്കൊരു വീട് വെക്കണം സാറേ, അതിൻ്റെ പ്ലാൻ എല്ലാം ഒന്ന് വരച്ചു തരാനാണ് അവർ പറയുന്നത്. വാസ്തു പ്രകാരം എന്നല്ല അവർ പറയുന്നത്, ഫെങ്ഷു പ്രകാരം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വാസ്തുവും ഫെങ്ഷുയും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് നമുക്ക് വീടുകൾ വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കൊരു വീട് വെക്കുമ്പോൾ ഈ 2 സയൻസും നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് രണ്ടും കൂടെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഒരു വീട് ചെയ്യാനും സാധിക്കും. വീട് വെച്ചുപോയി, നമ്മളിപ്പോൾ വാസ്തു നോക്കിയോ നോക്കാതെയോ വെച്ചുപോയി. ചിലപ്പോൾ വാസ്തു നോക്കിയിട്ടാണ് വീട് വെച്ചത്. വാസ്തു നോക്കി വീട് വെച്ചിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അവിടെ ഒരു പ്രോഗ്രസ് ഇല്ല. ഈ പ്രോഗ്രസ് ഇല്ലാത്തതിൻ്റെ കാരണം വാസ്തു തെറ്റായതുകൊണ്ടായിരിക്കത്തില്ല. ചിലപ്പോൾ ഇവർ വാസ്തു നോക്കി വീട് വെച്ചിട്ട് മുന്നോട്ട് പണിയുമ്പം ഇവരുടെ കുറച്ച് ആഗ്രഹങ്ങളും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ ഇല്ലാത്തൊരു സ്ഥലത്ത് വല്ലപ്പോൾ ഒരു പുതിയ ടോയ്ലറ്റ് പണിയും. ചിലപ്പോൾ അവർ അടുക്കളയുടെ വലിപ്പം ഒന്നും കൂടെ കൂട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് വാസ്തുക്കാരൻ വരച്ചു കൊടുത്ത പ്ലാൻ തെറ്റായി മാറി എന്ന് പറഞ്ഞാൽ ഇവർ തെറ്റിപ്പോയി. ഇവർ വെച്ചപ്പോഴത്തേക്ക് എൻ്റെ അളവും കാര്യങ്ങളും എല്ലാം തെറ്റി, മുന്നോട്ടും പുറകോട്ടൊക്കെ ഇറക്കി മൊത്തത്തിൽ തെറ്റി. പിന്നെ വാസ്തു നോക്കി വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത്തരത്തിലുള്ള വീടുകൾക്കാണെങ്കിൽ നമുക്ക് ഫെങ്ഷു പ്രകാരം അതിനെ നോക്കി പിന്നെ പൊളിച്ചു മാറ്റലുകളില്ല. ഇപ്പോൾ ഫെങ്ഷു ഒരുപാട് ആൾക്കാർ ഇന്ന് ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു വാടക കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. ഈ വാടക കെട്ടിടത്തിലാണ് താമസിക്കുന്നതെങ്കിൽ പോലും അവിടെ നമുക്ക് ഫെങ്ഷു ചെയ്യാൻ പറ്റും. കാരണം വാടക കെട്ടിടത്തെ സംബന്ധിച്ചിടത്തോളം ഉടമസ്ഥൻ്റെ അനുവാദമില്ലാതെ നമുക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചില ചിത്രങ്ങളോ രൂപങ്ങളോ ചില എലമെൻസോ വെക്കുന്നതിന് ആരുടെ അനുവാദം വേണ്ട. അപ്പോൾ നമുക്ക് വെക്കാം. നമ്മൾ അവിടെ നിന്ന് മാറുമ്പോൾ നമുക്കത് എടുത്തുകൊണ്ട് പോകാം. മറ്റൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അത് അവിടെ വയ്ക്കാം. അപ്പം അതുപോലെ വെച്ചുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് പറ്റും. വീട് പൊളിക്കുകയോ അല്ലെങ്കിൽ മറ്റ് പെയിൻറ്റിങ് അങ്ങനെയൊന്നും മാറ്റുകയോ ഒന്നും വേണ്ട. നമുക്ക് ഫെങ്ഷു ഉപയോഗിച്ച് തന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെയാണ് ഫ്ലാറ്റിൻ്റെ കാര്യം. ഇപ്പോൾ ഒരു ഫ്ലാറ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി, അപ്പോൾ അവർക്ക് അവിടെ പൊളിക്കാനോ എടുക്കാനോ ഒന്നും പറ്റില്ല. ഫെങ്ഷു ഉപയോഗിച്ച് അത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഉറപ്പായിട്ടും അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങളുണ്ട്. അപ്പോൾ ചിലർ ചോദിക്കും, സാർ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാകുമോ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരാൾ ഇത് കണ്ടുപിടിച്ച കാര്യമല്ല. 5000ഓളം വർഷം പഴക്കമുള്ള ചൈനയുടെ ഒരു സയൻസാണ്. അത് ആദ്യ കാലങ്ങളിൽ അവർ 5 എലമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത് വന്നു. പിന്നെ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് സിംബോളിക് ആയിട്ടുള്ള ടൂൾസുകളൊക്കെ ഉപയോഗിച്ച് അങ്ങനെയുള്ള ചിത്രങ്ങളും രൂപങ്ങളൊക്കെ ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ ഒരു എനർജി അവിടെ ലൈഫിലേക്ക് വരാൻ തുടങ്ങി. അത് ഇന്ന് ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഫെങ്ഷു കറക്റ്റായിട്ട് ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും അതിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നല്ലൊരു ഫെങ്ഷു കൺസൾട്ടന്റിനെ കാണിച്ച് അതിൻ്റെ ഫ്ലൈയിങ് സ്റ്റാറും അതിൻ്റെ എല്ലാം കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം അത് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നേട്ടങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വടക്ക് കിഴക്ക് ഭാഗം, നമ്മുടെ വാസ്തുപ്രകാരം വടക്ക് കിഴക്ക് ഭാഗത്തിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ എത്രത്തോളം അതിന് പ്രാധാന്യമുണ്ടെന്നുള്ളത് ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് നടന്നൊരു കാര്യം ഞാൻ പറയാം. കോട്ടയത്തൊരു വീട് ഞാൻ കൺസൾട്ട് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. കോട്ടയത്തൊരു വീട് കൺസൾട്ട് ചെയ്യാൻ പോയത് അദ്ദേഹം ഒരു സ്കൂളിൽ അധ്യാപകനായിരുന്നു, റിട്ടയർഡായി. അപ്പോൾ അവരുടെ വീട്ടിൽ അവർക്ക് രണ്ട് മക്കളാണ്. അപ്പോൾ മൂത്ത മകൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞു. പിന്നെ ഇളയ ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പ്രോഗ്രസ് ഇല്ല. അവരുടെ കയ്യിൽ കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ അവർ മുന്നേ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്താലും അവർക്ക് തടസ്സങ്ങളാണ്. ജീവിതത്തിൽ ഒന്ന് മാറി കുറേ ദുഃഖങ്ങളുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇത് എന്താണ് കാര്യം? അങ്ങനെ ഞാൻ പോയി വീടിൻ്റെ മൊത്തത്തിലുള്ള പ്ലാനും ഡിഗ്രിയും എല്ലാം എടുത്ത് അളന്ന് വരച്ച് കറക്റ്റ് ചെയ്തിട്ട് വീടിൻ്റെ 4 വശവും കറങ്ങി നോക്കിയപ്പോഴത്തേക്ക് അതിൽ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കിണറുണ്ട്.
കിണറിനോട് ചേർന്നിട്ട് ഇവർ ഒരു 20-25 അടി ഉയരത്തിൽ ഒരു വലിയ വാട്ടർ ടാങ്ക് ഇത് പിന്നെ പില്ലറെല്ലാം കൊടുത്ത് കെട്ടി അടച്ചുകൊണ്ട് ഒരു റൂം പോലെ അവർ കൊണ്ടുപോയി മുകളിലേക്ക് കൊണ്ടുപോയി അതിൻ്റെ മുകളിലാണ് ഇവർ ഈ വാട്ടർ ടാങ്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വാസ്തുപ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് യാതൊരു തരത്തിലുള്ള നിർമ്മിതികളും വരാൻ പാടില്ല. അപ്പോൾ ഇവർക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു വലിയ ഇത് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് മറയാൻ പാടില്ല. അപ്പോൾ ഇവർ വലിയൊരു റൂം പോലെയാണ് അത് കെട്ടി അടച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗം മറഞ്ഞിട്ടുമുണ്ട്. ഈ ഭാഗത്ത് ഭാരം വരാൻ പാടില്ല. അപ്പോഴത്തേക്ക് അവർ വാട്ടർ ടാങ്ക് ആ ഭാഗത്ത് കൊണ്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഇത് പിന്നെ വീടിന് ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പൊളിച്ചു മാറ്റുകളൊന്നും കൂടാതെ ഫംഗ്ഷൻ പ്രകാരം തന്നെ ഞാൻ ടൂൾസും മറ്റൊക്കെ വെച്ച് കറക്റ്റ് ചെയ്ത് തരാം. സാർ ഇവിടെ എനിക്ക് ചെയ്തു തരേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ ഇരിക്കുന്ന വാട്ടർ ടാങ്കും ഈ ഇരിക്കുന്ന ബിൽഡിങ്ങും അവിടെ നിന്ന് പൊളിച്ചു മാറ്റണം. ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ വാട്ടർ ടാങ്ക് കെട്ടാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ഇത്. അപ്പോൾ അത് രണ്ടും എനിക്കൊന്ന് മാറ്റി തരണം. ബാക്കി കാര്യങ്ങൾ ഞാൻ ഫംഗ്ഷൻ പ്രകാരം ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് സാറേ അത് പിന്നെ ഇത്തിരി എക്സ്പെൻസൊക്കെ ഉള്ളത്. ഞാൻ പറയും, സാറേ നിങ്ങളിതിൽ എത്ര എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 50,000 രൂപ അതിൽ നിങ്ങൾക്ക് നഷ്ടം വന്നിരിക്കാം. അതിൻ്റെ 10 മടങ്ങ് നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രയോജനം ഉണ്ടാവും. ഞാൻ ഗ്യാരണ്ടി പറയുന്നു. സാർ എന്തായാലും അതൊന്ന് പൊളിക്കാൻ പറഞ്ഞു. അങ്ങനെ പുറമേ ചെയ്യേണ്ട 1-2 കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ വീടൊക്കെ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്യാനായിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് നമ്മളൊരു 2 ആഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ 3 ആഴ്ച കഴിഞ്ഞ് വിളിക്കാം. അപ്പോൾ വന്ന് ടൂൾസ് വെച്ച് തന്നാൽ മതിയെന്നാണ്. അങ്ങനെ ഒരു 3 ആഴ്ച കഴിഞ്ഞു അവർ വിളിച്ച് ഇന്ന ദിവസം വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ ടൂൾസും കാര്യങ്ങളായിട്ട് ചെന്നപ്പോഴത്തേക്ക് അന്ന് ഞാൻ കണ്ട വീടോ അല്ലെങ്കിൽ ഞാൻ കണ്ട വ്യക്തികളോ അല്ല അവിടെ കാണാൻ സാധിച്ചു. കാരണം അവരുടെയൊക്കെ മനസ്സിൽ അത്രത്തോളം ഒരു ഹാപ്പിനെസ് വന്ന് നിറഞ്ഞിട്ടുണ്ട്. ആ വീടിൻ്റെ തന്നെ അറ്റ്മോസ്ഫിയർ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. കാരണം അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്, അത് പൊളിച്ചു മാറ്റിയപ്പോൾ ഭയങ്കര ആശ്വാസമായി സാറേ. ഇപ്പോൾ ശ്വാസം പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ശ്വാസം വിട്ട കണക്കായി. അപ്പോൾ ഭയങ്കര മാറ്റം, നമുക്ക് തന്നെ നല്ല ചേഞ്ച് ഉണ്ട്. വീട്ടിൽ എല്ലാവർക്കും സന്തോഷമുണ്ട്. വീട്ടിൽ മൊത്തത്തിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതുപോലെ ഒത്തിരി വീടുകൾ ഞാൻ ഈ വടക്ക് കിഴക്ക് ഭാഗത്തിൻ്റെ പ്രാധാന്യം അത്രത്തോളം ഉണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു 3-4 ഇതായിട്ട് വടക്ക് കിഴക്കിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അത്രത്തോളം ആ ദിക്കിന് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഞാനത് ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ ഈ ദിക്ക് നിങ്ങൾ വളരെ പവിത്രമായും വൃത്തിയായും സൂക്ഷിക്കുക. വടക്ക് കിഴക്ക് ഭാഗത്ത് യാതൊരു തരത്തിലുള്ള നിർമ്മിതികൾ പാടില്ല. ചിലർ അവിടെ കുളിമുറി പണിഞ്ഞു വെക്കും. കാരണം വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഏകദേശം കിണർ നിൽക്കുന്ന, അപ്പോൾ കിണറിനോട് ചേർന്നിട്ട് അവർ കുളിമുറി ഒരു കക്കൂസും കൊണ്ട് അവിടെ പണിഞ്ഞു വെക്കും. ഒട്ടും നല്ലതല്ല. കക്കൂസ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് എൻ്റെ തൊട്ട് എൻ്റെ സെപ്റ്റി ടാങ്കും പണിയും. അതൊന്നും നല്ലതല്ല. ചിലർ ഈ പറയുന്ന കണക്ക് അവിടെ വലിയ വാട്ടർ ടാങ്കൊക്കെ വെച്ച് സെറ്റ് ചെയ്യും. അതൊന്നും അവിടെ നല്ലതല്ല. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഒരു നിർമ്മിതികളും നല്ലതല്ല. ആ ഭാഗം വൃത്തിയായി സൂക്ഷിക്കുക. അവിടെ മറയ്ക്കാൻ പാടില്ല. ഒരു അയ പോലും അതായത് ഒരു അശ പോലും അവിടെ കെട്ടാൻ പാടില്ല. അവിടെ എപ്പോഴും വളരെ വൃത്തിയും ശുദ്ധിയായി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.